ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെല്ലാവരും ബിഗ് ബോസ് ഇന്നലെ കണ്ടതാണ്. ഇപ്പം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസിൽ ഭയങ്കര ഇത് വന്നായിരുന്നു. അപ്പം അതിന് 6 പേരെ തിരഞ്ഞെടുത്തു. അവരിൽ ഗെയിം നല്ലപോലെ കളിക്കാത്ത 2 പേര് എവിക്റ്റ് ആകും എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ആ റൂള് മാറ്റിയിരിക്കുകയാണ്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ മാറ്റിയിട്ട് അത് മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഇവർ ഗെയിമിൽ പുറകിലേക്ക് പോണ 2 പേരെ ഇവരെ സസ്പെൻഡ് ചെയ്യും. അതായത് സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് TV ഉണ്ടാവില്ല, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഇവർ ആളുകളുടെ മുമ്പിൽ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണാനും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയുണ്ട് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ ബിഗ് ബോസ് വന്നിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഒരു ഇതുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇവരെ തനിച്ചാക്കിയിടും എന്നാണ് പറയുന്നത്. അതായത് ജയിൽ വാസം, അതായത് അജ്ഞാതവാസം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി അറിയിച്ചിരിക്കുന്നത്. അപ്പം ഈ ടാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ 6 പേർക്ക് ഒരു ടാസ്ക് കൊടുക്കും. അപ്പം ഈ ടാസ്കിന് ഇവർക്ക് എല്ലാവർക്കും 500 പോയിന്റ്സ് വീതമുണ്ട്. അതായത് ഷോപ്പിംഗ് പോയിന്റ്സ് ആണ് 500 പോയിന്റ്സ് വീതം. അപ്പം ഇതിൽ നിന്ന് 2 പേര് ആരാണോ അതായത് സസ്പെൻഷനിൽ, അതായത് ഇതിലേക്ക് അജ്ഞാതവാസത്തിലേക്ക് പോകുന്നത്, അവരുടെ 2 പേരുടെയും കൂടെ പോയിന്റ് കിട്ടി. അപ്പോൾ അവർക്ക് 1000 പോയിന്റ് കിട്ടും. അപ്പോൾ 1000 പോയിന്റിന് ബാക്കിയുള്ള ഹൗസ് മെമ്പേഴ്സിന് ഷോപ്പ് ചെയ്യും. അതാണ് ഈ ടാസ്കിൻ്റെ ഒരു ഈ ടാസ്ക് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇവരെ ഒരു ഡെഡ് സോണിലേക്ക് കൊണ്ടുപോകും. അവിടെ TV ഉണ്ടാവില്ല. 24x ഹോട്ട്സ്റ്റാറിൽ ഒന്നും നമുക്കിനി ഇവരെ കുറച്ച് ദിവസത്തേന് കാണാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരെ കാണാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഇനി ഇവർ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ, തിരിച്ച് ഇവരുടെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആളുകൾ വിചാരിക്കണം, ചിലപ്പം അവർ തിരിച്ചു വരാം, ചിലപ്പം അവർ വരാതിരിക്കും. അത് നമ്മുടെ ബിഗ് ഹൗസിലുള്ള ആളുകൾ മനസ്സ് വെക്കണം എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. അതുപോലെ മോർണിംഗ് ടാസ്ക് ഇവർക്ക് കൊടുത്തിരിക്കുവാണ്. മോർണിംഗ് ടാസ്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാവലാൾ എന്നാണ് നമ്മുടെ ടാസ്കിൻ്റെ പേര് വരുന്നത്. അപ്പം ഇതിനായിട്ട് ഇവരോട് ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവരുടെ ഈ ടാസ്ക് നടക്കുന്നത്. അപ്പം ഈ സസ്പെൻഷൻ ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത് നമ്മുടെ എവിക്ഷന് വേണ്ടിയിട്ട്, അതായത് സസ്പെൻഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള 6 പേരോടും കൂടിയിട്ട് ഇവർ ഒരു ഗെയിമാണ്. അപ്പം ഇതിന് ഇവരെ സഹായിക്കാൻ സഹായികളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരോട് പറയുവാണ്. അപ്പം ഈ സഹായികൾ നിങ്ങളെ ചിലപ്പം സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ചതിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും നിങ്ങൾക്കുള്ള സഹായികളെ 2 പേരെ വീതം എടുക്കാൻ പറഞ്ഞു. അന്നേരം ഇപ്പം റെന ഓടി വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആര്യനെയും ജിസേലിനെയും പിടിച്ചു. കാരണം അവർ 2 പേരും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് റെന ഓടി വന്നിട്ട് ആര്യനെ ജിസേലിനെ പിടിച്ചു. അതുപോലെ സരിക ഓടി വന്നിട്ട് ആദില നൂറെ ബിന്നിനെയും പിടിച്ചു. അപ്പം ആദിലായും നൂറായും ഉണ്ട്, അവർ 2 പേരുണ്ട്. മൊത്തം 3 പേരെ കിട്ടിയുള്ളൂ. അവരും അത്യാവശ്യം ഗെയിം കളിക്കുന്നവരാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഒനീൽ വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഷാനവാസിനെയും അക്ബറിനെയും പിടിച്ചു. അവരെ 2 പേരെയും പിടിച്ചു സഹായികളായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശരത്തിൻ്റെ വരവ്. നമ്മളപ്പോൾ ഓർക്കും ഈ ശരത്തിനി ആരെ പിടിക്കും എന്ന്. പക്ഷെ അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിപ്പോട്ടെ. അയാളുടെ അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു മെൻ്റൽ പ്ലെയിനോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ശരത്ത് പോയി നമ്മുടെ അനീഷ് പോയി പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ശരത്തും അനുമോളും. അനീഷ് എപ്പം നോക്കിയാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പേരാണ് അനുമോളും ശരത്തും. എന്നിട്ട് അനുമോളെയും ശരത്തിനെയുമാണ് നമ്മുടെ അനീഷ് സഹായിയായിട്ട് വിളിച്ചിരിക്കുന്നത്. അവരിനി അനീഷിനെ സഹായിക്കുമോ അതോ ചതിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നത്തെ ബാക്കി എപ്പിസോഡ് കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ സരിക പോയിട്ട് അഭിനെ നിവീനെയും പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ രേണു ചേച്ചി വന്നപ്പോഴത്തേനും ഞാൻ നോക്കി വെച്ചവരെല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു ചേച്ചി വന്നിട്ട് ബിൻസിനെയും ശൈത്യനെയും പിടിച്ചു. ഇപ്പം ഇത്രയുമാണ്
ടാസ്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നേ. ഇനിയിപ്പോൾ അവിടെ ടാസ്ക് നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ഈ ടാസ്കിൽ ആരാണ് വിജയിക്കുന്നത്, ആരെയൊക്കെ സഹായിക്കും, ഈ ടാസ്കിൽ ഇനി വരുന്ന കോമഡികൾ എന്തൊക്കെയാണ്, ശരത്ത് അനുമോളും കൂടെ അനീഷിനെ സഹായിക്കുമോ അതോ അനീഷിനിട്ട് പണി കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പം സ്റ്റേ ട്യൂൺഡ്.